37, 1-20. സങ്കീർത്തനങ്ങൾ 37 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വാക്യം പ്രതിയായി വായിക്കാം. Psalms chapter 37, 1-20. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവനത് നിർവഹിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. കർത്താവ് അവനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. അടുത്ത 2 വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. ദുഷ്കാലത്തെ അവർ ലജ്ജിച്ചു പോകുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. എന്നാൽ ദുഷ്ടന്മാർ നശിച്ചു പോകും, യഹോവയുടെ ശത്രുക്കൾ പുൽപ്പുറത്തിൻ്റെ ഭംഗി പോലെയേ ഉള്ളൂ. അവർ ക്ഷയിച്ചു പോകും, പുക പോലെ ക്ഷയിച്ചു പോകും. ആമേൻ. എല്ലാവർക്കും ഇരിക്കും പ്ലീസ്. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും സന്തോഷമുണ്ടോ? അതോ എല്ലാവരും പ്രൈസ് ദി ലോർഡ്. നമ്മൾ യഹോവയുടെ സന്നിധിയിൽ വരുമ്പോഴെങ്കിലും ഒന്ന് സന്തോഷിക്കണം. വീട്ടിലിരിക്കുമ്പോഴോ നമുക്ക് ടെൻഷനും പ്രയാസവും ഒക്കെ. അപ്പം ദൈവസന്നിധിയിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അപ്പോൾ ദൈവസന്നിധിയിൽ വരുമ്പോഴെങ്കിലും നമ്മൾ സന്തോഷിക്കണം. നമ്മുടെ പ്രാണപ്രിയൻ്റെ അടുത്തിരിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും അധികം സന്തോഷമുള്ളത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് സന്തോഷത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നിങ്ങൾ എക്സൈറ്റഡ് ആണോ? അടുത്ത ആഴ്ച ഈ സമയം നമുക്ക് കോൺഫറൻസിൻ്റെ ലാസ്റ്റ് മിനിറ്റുകളാണ്. എല്ലാവരും സന്തോഷമുണ്ടോ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരുപാട് കൺവെൻഷനിൽ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ചർച്ചകളിലൊക്കെ നമ്മൾ കൺവെൻഷനിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിച്ചവരായിരിക്കും. എന്നാൽ ഇവിടെ നമ്മുടെ സ്വന്തം സഭയുടെ കൺവെൻഷൻ ആകുമ്പോൾ അത് വളരെ വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ വളരെ ആഗ്രഹത്തോടെ, വളരെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വളരെ പ്രാർത്ഥനയോടെ ഇങ്ങനെ ആഗ്രഹിച്ചിരിക്കുന്നു. അതിൽ നമ്മളേവരും ഒന്നായി അവിടെ ഉണ്ടായിരിക്കണം. കാരണം അനേക ചർച്ചുകളിൽ പാസ്റ്റേഴ്സിനെയൊക്കെ പാസ്റ്ററും സഹോദരന്മാരും കൂടെ പോയി ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അനേക ആൾക്കാരെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചർച്ച് ഒരു കുടുംബമായിട്ട് അവിടെ എല്ലാവരെയും സ്വീകരിപ്പാനായിട്ട് സമയത്ത് 3 ദിവസം നമുക്ക് അവിടെ ഉണ്ടായിരിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുന്നു എന്ന് എനിക്കറിയാം. എന്നാലും നമ്മൾ വീണ്ടും ഒരുമയോടെ പ്രാർത്ഥനയോടെ നമുക്ക് ആ നിമിഷങ്ങൾക്കായിട്ട് കാത്തിരിക്കാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് തന്ന വചനത്തിൽ നിന്ന് പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് പെട്ടെന്ന് ഞാൻ ഇരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് നാം ഇന്ന് വായിച്ച് കേട്ടത്. യഹോവയിൽ ആശ്രയിക്കുന്നവൻ്റെ ആ സുരക്ഷിതത്വത്തെക്കുറിച്ചും ദുഷ്പ്രവർത്തിക്കാരുടെ പ്രവൃത്തികളെക്കുറിച്ചും ആണ് ഇന്ന് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 20 വരെയുള്ള വാക്യങ്ങളാണല്ലോ നാം വായിച്ചത്. എല്ലാ വാക്യവും ഒന്നിനൊന്ന് വളരെ അർത്ഥവത്തായ, നമ്മളെ ചിന്തിപ്പിക്കുന്ന, നമ്മളെ എനർജൈസ് ചെയ്യുന്ന വാക്യങ്ങളാണ് നാം വായിച്ച് കേട്ടത്. അപ്പോൾ അതിൻ്റെ 1-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് നീ മുഷിയരുത്, നീ അസൂയപ്പെടരുത്. അത് ആരോടാണെന്നറിയാം? ദുഷ്പ്രവർത്തിക്കാരോട്. എന്നാൽ ഞാൻ ഇന്നത്തെ ഈ ലോകത്ത് ഞാൻ പറയുന്നത് നമ്മൾ സാധാരണ ആൾക്കാരോടും നാം എന്ത് ചെയ്ത് മുഷിയരുത്, അസൂയപ്പെടുകയും വരുത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ അനേകരെ നമ്മൾ കാണുന്നു, പോകുന്നു, വരുന്നു, സംസാരിക്കുന്നു. ആരോടും നമ്മൾ മുഷിയുകയും അതുപോലെ തന്നെ അസൂയപ്പെടുകയും ചെയ്യാൻ പാടില്ല. കാരണം അസൂയയ്ക്ക് ഉള്ള ഒരു നെഗറ്റീവ് സ്പിരിറ്റ് എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എൻവിയസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എൻവിയസ് ആയിത്തീരും. നമുക്കൊരു ശത്രുതാ മനോഭാവം ഉണ്ടാകുവാനായിട്ടിടയായിത്തീരും. ആദ്യം അതൊരു ജലസ്വായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അത് പിന്നീട് അതൊരു അസൂയ പിന്നെ അതൊരു ശത്രുതയായിട്ട് മാറി ഒരു അകൽച്ചയിലേക്കും പിന്നെ അതൊരു വലിയ
ഇതിൻ്റെ പ്രശ്നത്തിലേക്ക് മാറും, തന്നെത്താൻ നമ്മളെ തന്നെ നശിപ്പിക്കുന്നവരായി തീരുവാൻ ഇടയാകരുതെന്ന് ഇവിടെ ദാവീദ് എഴുതിയിരിക്കുന്നു. കാരണം ദുഷ്പ്രവൃത്തിക്കാരോട് എതിർത്ത് നിൽപ്പാൻ നമുക്ക് കഴിവില്ല. അതിന് കഴിവുള്ളവൻ നമ്മളെ സൃഷ്ടിച്ച കർത്താവായ ദൈവത്തിന് മാത്രമേ അതിന് കഴിവുള്ളൂ. അതുകൊണ്ട് മാത്രമല്ല, രണ്ടാമത്തെ വാക്യത്തിൽ അവർക്ക് വരുന്ന പ്രതിവിധി എന്താണെന്നുള്ളത് അവിടെ എഴുതിയിട്ടുണ്ട്. അവർ പുല്ല് പോലെ വേഗത്തിൽ ഉണങ്ങി പച്ച ചെടി പോലെ വാടിപ്പോകുന്നു. നമുക്കറിയാം, ബ്രിട്ടനിൽ അധികം ചൂടില്ലാത്ത രാജ്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ കാണുന്ന എല്ലാ നമ്മുടെ ഈ ഗ്രീൻ ഗ്രാസുകളെല്ലാം കരിഞ്ഞു തുടങ്ങി. കഴിഞ്ഞ ഒരു 2 ആഴ്ച കൊണ്ട് ഗ്രീൻ ആയിരുന്ന ഗ്രാസ് ഇപ്പോൾ ഓറഞ്ച് കളറായി. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാലാവസ്ഥ ഇത്രമാത്രം ഹീറ്റ് കൂടിയപ്പോഴത്തേന് അത് കരിഞ്ഞു എന്ന് പറയുന്ന പോലെയാണ്. നമ്മൾ ഇങ്ങനെ പച്ചയായിട്ട് കാണുന്ന പലരും ദൈവത്താൽ പിടിക്കപ്പെടുകയും അവർ വീഴുകയും ചെയ്യും. അതുകൊണ്ട് നമുക്ക് അവരോടൊന്നും പോരാട്ടങ്ങളില്ല. നമുക്ക് ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കി ജീവിക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ദാവീദ് നമ്മളോട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. അപ്പോൾ നമ്മൾ ഈ ദേശത്ത് ആക്കിയിരിക്കുന്നത് നന്മ ചെയ്യുക, അതുപോലെ ഈ ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക, ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നാണ് അവിടെ ആഗ്രഹിക്കുന്നത്. ജെറമയ 17 അതിൻ്റെ 7-ഉം 8-ഉം, യെരമ്യാവിൻ്റെ പുസ്തകം 17-ൻ്റെ 7-ഉം 8. അതെ, യഹോവയിൽ ആശ്രയിച്ച് ദേശത്ത് പാർക്കുന്ന ഒരു ഭക്തനെക്കുറിച്ചാണ് അവിടെ യെരമ്യാവ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ ഒരു ബ്ലെസ്സിങ്സ് എന്തുമാത്രം ഒരു ദൈവഭക്തന് ഉണ്ടെന്നുള്ളതാണ് എഴുതിയിരിക്കുന്നത്. അവൻ വെള്ളത്തിനരികെ നട്ടിരിക്കുന്നു. ഏത് ക്ലൈമറ്റ് വന്നാലും ഏത് പ്രശ്നം വന്നാലും അവന് ആവശ്യത്തിന് വെള്ളം അവന് ആത്മാവ് പോലെ ഒഴുകി വരത്തക്ക വെണ്ണം അവൻ്റെ നട്ടിരിക്കുന്നത്. അവൻ ആറ്റിരികെ വേരൂന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരത്തിൽ വേരൂന്നിരിക്കുന്നവരായി തീരുവാൻ നാം ഇടയാകണം. ആറ്റിരികത്തെ നട്ടിരിക്കുന്ന വൃക്ഷം പോലെയാകും. കാരണം അതിനകത്ത് എഴുതിയിട്ട് ഉഷ്ണം വന്നാൽ അത് പേടിക്കുകയില്ല, അതിൻ്റെ ഇല പച്ചയായിരിക്കും. വരൾച്ച ഉള്ള കാലത്തും വാട്ടം തട്ടാതെ ഫലം കായ്ക്കും. ഇങ്ങനെ ഫലം കായ്ക്കുന്നവരായി തീരുവാനായിട്ടാണ് നമ്മളെ ദേശത്ത് ദൈവം നമ്മളെ വിളിച്ച് ആക്കിയിരിക്കുന്നത്. നമ്മൾ വിഷമം വരുമ്പോൾ, പ്രശ്നം വരുമ്പോൾ ഉണങ്ങി വാടി സ്തംഭിച്ച് നമ്മൾ ഷോക്കായിട്ട് ആയി തീരുവാനല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. എപ്പോഴും ജീവനുള്ള ദൈവത്തിൻ്റെ കയ്യിലെ ഒരു പാത്രങ്ങളായി തീരുവാനായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് ഗലേഷ്യൻസ് ചാപ്റ്റർ 6:9 വായിക്കാമോ? അതെ, തക്ക സമയത്ത് നാം കൊയ്യണമെങ്കിൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോകരുത്. അപ്പോൾ ദേശത്ത് പാർത്ത് നന്മ ചെയ്യുക എന്നിവിടെ ദാവീദ് പറയുന്നു. ഒപ്പം പുതിയ നിയമത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നമ്മൾ നന്മ ചെയ്യുന്നതിൽ മടുത്തു പോകരുത്. നമുക്ക് ചിലപ്പോൾ നന്മ ചെയ്യുന്നതിന് പകരം നമുക്ക് തിന്മയായിരിക്കും ചിലപ്പോൾ പ്രതിഫലമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. എന്നാലും നാം അതിൽ മടുത്തു പോകാതെ തക്ക സമയത്ത് കൊയ്യുവാനായിട്ട് ഇടയായിത്തീരും. തക്ക സമയത്ത് കൊയ്യുവാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നുണ്ടോ എങ്കിൽ നന്മ ചെയ്യുന്നതിൽ നാം മടുത്തു പോവുകയേ ചെയ്യരുത്. ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഒത്തവണ്ണം നാം ആയിത്തീരണം. കാരണം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് നമ്മെ സൃഷ്ടിച്ചേക്കുന്നത്. നമ്മുടെ എല്ലാ മുഖത്തിൻ്റെ ഷേപ്പ് വ്യത്യാസമുണ്ടെങ്കിലും നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന് ഒറ്റ ഷേപ്പേ ഉള്ളൂ. ആ ഷേപ്പും ആ ആത്മാവുമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന എല്ലാ കാര്യങ്ങളും ഒരേ ആത്മാവിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ ഷേപ്പെല്ലാം വ്യത്യാസമുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഒരിക്കുമ്പോൾ നാം എന്താണ് ഒരേ ദൈവത്തിൻ്റെ മക്കളായിട്ട് തന്നെ ബിഹേവ് ചെയ്യാൻ, ദൈവത്തിൻ്റെ സ്വഭാവമുള്ളവരായി തീരുവാൻ ഇടയായിത്തീരും. അപ്പോൾ ദേശത്ത് പാർത്ത് നന്മ ചെയ്യണം. നന്മ ചെയ്യുന്നതിൽ നാം ഒട്ടും പുറകോട്ട് പോകുവാനായിട്ട് പാടില്ല. അടുത്ത വാക്യത്തിലേക്ക്, 4-ാമത്തെ വാക്യത്തിലേക്ക് പോകുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. നാം ഈ ലോകത്ത് ഇപ്പോഴത്തെ മോഡേൺ വേൾഡ് രസിക്കാനായിട്ട് അല്ലെങ്കിൽ സന്തോഷിപ്പാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. നമ്മുടെ മൊബൈൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ റീൽസിൻ്റെ ബഹളമാണ്. രാവിലെ തൊട്ട് രാത്രി വരെ ഇരുന്നാലും തീരാത്ത റീൽസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മളെ രസിപ്പിക്കാനും സന്തോഷിപ്പാനും. ഇവിടെ ദാവീദ് പറയും, നിങ്ങൾ എന്താണ് ഡിലൈറ്റ് യുവർ സെൽഫ് ഇൻ
ഇൻ ദ ലോഡ്, ദൈവത്തിൽ അവിടുന്ന് രസിക്കുക എന്നാണ് ഇവിടെ ദാവീദ് എഴുതിയിരിക്കുന്നത്. എന്നാൽ ഞാൻ കഴിഞ്ഞ 1-2 ദിവസം മുമ്പ് 1-2 റീൽസ് കണ്ട് ദൈവത്തിനെതിരായിട്ട് ഉള്ള റീൽസ്. ദൈവത്തിന് വെച്ചാൽ ദൈവമില്ല എന്ന് പറയുന്ന, അല്ലെങ്കിൽ ശാസ്ത്രമാണ് ഏറ്റവും വലുത്, ആപ്പിൾ താഴോട്ട് വീഴുന്നത് കണ്ടുപിടിച്ച, ഗ്രാവിറ്റി കണ്ടുപിടിച്ച ഐൻസ്റ്റീനാണ് ഏറ്റവും വലിയ ദൈവം എന്നൊക്കെ പറയുന്ന വളരെ ഒരു സെൻസ് ഇല്ലാത്ത കുറേ. അപ്പോൾ നമ്മൾ ഈ ഒരു റീൽ ഇത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരുന്നതെല്ലാം ദൈവമില്ല ആ ഒരു രീതിയിലുള്ളതായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1-2 എണ്ണം കണ്ടപ്പം ഞാൻ മനസ്സിലാക്കി ഇത് പിശാചിൻ്റെ പ്രവൃത്തിയാണ്, എൻ്റെ ഉള്ളിലുള്ള വിശ്വാസം കൂടെ തട്ടിക്കളയാനായിട്ടുള്ള പ്രവൃത്തിയാണെന്ന് ഓർത്ത് ഞാനത് സ്റ്റോപ്പ് ചെയ്തു. ഞാൻ പറയാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളെ മാറ്റിക്കളയുന്ന, നമ്മുടെ വിശ്വാസത്തെ നശിപ്പിച്ച് കളയുന്ന രസമാണ് ഇന്ന് ലോകം നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ ആ വിശ്വാസത്തിൽ നിലനിൽക്കേണ്ടതിന് നമ്മൾ ലോകത്തിലുള്ള രസത്തേക്കാൾ കൂടുതലായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ ഡിലൈറ്റ് ആയി തീരുവാൻ, പ്രകാശിക്കുവാൻ, ദൈവത്തിൽ ആശ്രയിക്കുവാൻ, കൂടുതലായിട്ട് ദൈവത്തിൽ രസിക്കുവാൻ തക്കവണ്ണം നാം അവിടുന്ന് ഇടയായി തീരണം. അതാണ് ഇവിടെ ദാവീദ് ഈ വചനത്തിലൂടെ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക. അങ്ങനെ രസിച്ചാൽ എന്ത് ചെയ്യും? അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമ്മൾ ലോകത്തിലുള്ള എത്ര രസം ആസ്വദിച്ചാലും നമ്മുടെ കയ്യിലെ കാശും നമ്മുടെ സമയവും നമ്മുടെ ആരോഗ്യവും എല്ലാം നഷ്ടപ്പെടുമെന്നുള്ളതല്ലാതെ ഒന്നും തന്നെ ലഭിക്കുന്നില്ല. എന്നാൽ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിന് നന്മയായത് ലഭിക്കണമെങ്കിൽ നാം എന്തു വേണം? നാം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കണം. അവൻ തൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് നൽകിത്തരും. 7-ാമത്തെ എല്ലാ വാക്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാലും പെട്ടെന്ന് ചില വാക്യങ്ങൾ മാത്രം നോക്കി നമുക്ക് മുമ്പോട്ട് പോകാം. 7-ാമത്തെ വാക്യം, യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. അടുത്തതായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷനാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ആ യഹോവയുടെ മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന് മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവന് വേണ്ടി പ്രത്യാശിക്കുന്നവരായി തീരുക. അതിൻ്റെ യെശയ്യാവിൻ്റെ പുസ്തകം 40:31. അതെ, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അപ്പം യഹോവയുടെ മുമ്പിൽ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുന്ന ഒരു ദൈവമകൻ അല്ലെങ്കിൽ മകൾ യഹോവയെ കാത്തിരിക്കുന്നുവെങ്കിൽ അവർ ശക്തിയെ പുതുക്കുവാനായിട്ട് ഇടയായിത്തീരും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. അപ്പോൾ ക്ഷീണിച്ചു പോകാതെ നടക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ ആലോചനയ്ക്കായിട്ട് പ്രത്യാശിക്കുന്നവരുടെ മേലാണ് ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നത്. അങ്ങനെ ഇറങ്ങുന്നവരെന്ത് ചെയ്യും? ഈ കഴുകനെ പോലെ ചിറകടിച്ച് ഉയരുവാനായിട്ട് തീരും. അങ്ങനെ ആയി തീരുവാൻ വേണ്ടിയാണ് ദാവീദ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ആ വാക്കുകൾക്കായിട്ട് പ്രത്യാശിക്കുന്നവരായിട്ട് തീരുവാൻ നമുക്ക് ഇടയായി തീരട്ടെ. അതുപോലെ അടുത്ത 11-ാമത്തെ വാക്യത്തിൽ, എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടേജ് മീറ്റിങ്ങിൽ നമ്മൾ കേട്ടു, താഴ്മയുള്ളവരെ ദൈവത്തിൻ്റെ ആ സന്നിധിയിലേക്ക് നോക്കുവാനായിട്ട്, താഴ്മയുള്ളവരെ സുബോധമുള്ളവരായിരിക്കും എന്നൊക്കെ ഉള്ള നല്ല വചനം നാം കേൾക്കുവാനായിട്ട് ഇടയായി തീർന്നു. ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ക്രോധമോ ദാണ്ട് അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക. പിന്നെ എന്താണ് നമ്മളിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്? നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സൗമ്യതയുടെ ഒരു ആത്മാവിനെ ദൈവം ആഗ്രഹിക്കുന്നു. സൗമ്യതയോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കും. അങ്ങനെയുള്ളവരെന്തായി തീരുന്നതാണ് എഴുതിയിരിക്കുന്നവരെ ഭൂമിയെ കൈവശമാക്കുവാനായിട്ട് ഇടയായിത്തീരും. സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. മാത്യു ചാപ്റ്റർ 5:5, മാത്യു ചാപ്റ്റർ 5:5. അത് യേശു ഒരു മലമുകളിലിരുന്ന് പ്രസംഗിച്ച ഒരു വാക്യമാണ്. അതിൻ്റെ ഒരു പാർട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഒന്നുകൂടെ വായിക്കാമോ? അതെ, സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ അവകാശമാക്കും. അപ്പോൾ എന്തെങ്കിലും നമുക്ക് ദേഷ്യമോ ഇമോഷൻസൊക്കെ വരുമ്പോൾ നമ്മൾ ഓർത്തോണം, നമുക്ക് ദൈവം അങ്ങനെ ഒരു ഇമോഷനല്ല, സൗമ്യതയുടെ ഒരു ആത്മാവിനെയാണ് ദൈവം തന്നിരിക്കുന്നത്. നമ്മൾ സൗമ്യതയായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഭൂമിയെ അവകാശമാക്കുന്ന ഒരു ശക്തി ആണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രശ്നങ്ങളുടെ മുമ്പിൽ മറ്റ് പതറിപ്പോകാതെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വിഷമിക്കുന്ന സാഹചര്യത്തിൽ സൗമ്യതയോടെ ദൈവത്തിനായിട്ട് പ്രത്യാശിക്കുന്നവരായി തീരുവാൻ ഇടയായി തീരട്ടെ. അതിൻ്റെ 18ഉം 19ഉം കൂടെ വായിക്കാം. ഇന്ന് വായിച്ച സങ്കീർത്തനത്തിന് 18ഉം 19.
അതെ, യഹോവ നിഷ്കളങ്കന്മാരുടെ നാളുകളെ അറിയുന്നു, അവരുടെ അവകാശം ശാശ്വതമായിരിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ നിഷ്കളങ്കന്മാരായിട്ട് ഇരിക്കുക. കഴിഞ്ഞ ദിവസം കോട്ടേജ് മീറ്റിങ്ങിന് പ്രിയ റോൺ ബ്രദറിൻ്റെ സാക്ഷ്യം വളരെ എനിക്ക് പല പ്രാവശ്യം അതെന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത്. കാരണം അത് നമ്മുടെ ഹൃദയത്തിലെ ലഗേജുകളെല്ലാം ഇവിടെ കളഞ്ഞ് അതിനെല്ലാം ക്ലിയർ ചെയ്ത് എംറ്റിയാക്കി ദൈവത്തിൻ്റെ സ്നേഹം നിറച്ചവരായിട്ട് നിൽക്കുന്നുവെങ്കിൽ അവൻ്റെ വരവെങ്കിൽ നമ്മൾ കർത്താവിനോട് കൂടെ പോകുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ എയർപോർട്ടുകളിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ലെസ് ലഗേജ് മോർ കംഫർട്ട്. അപ്പം എത്രയും കുറച്ച് നമ്മുടെ ഹൃദയത്തിൽ പ്രശ്നങ്ങളുണ്ടോ അത്രയും നമ്മൾ കംഫർട്ടായിരിക്കും. ദൈവസന്നിധിയിൽ കംഫർട്ട് ആവണമെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ കളയും? ദൈവത്തിൻ്റെ സന്നിധിയിൽ കളയണം, ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കണം. ഒരു വാക്യം കൂടെ വായിച്ച് നമുക്ക് നിർത്താം. എബ്രായർ 10:36, 37 ആ 4 വാക്യങ്ങൾ. ഹീബ്രൂസ് ചാപ്റ്റർ 10. അതെ, എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് പ്രിയപ്പെട്ട നമ്മുടെ ദൈവമക്കൾക്ക് വേണ്ടി അവിടെ എഴുതിയിരിക്കുന്നത് അറിയാമോ? ദൈവേഷ്ടം ചെയ്ത് വാഗ്ദത്തം പ്രാപിക്കുവാൻ സഹിഷ്ണുത നിങ്ങൾക്ക് ആവശ്യം. സൗമ്യതയുടെ വേറൊരു ലെവലാണ് സഹിഷ്ണുത. അതായത് വിഷമങ്ങളൊക്കെ സഹിക്കാനുള്ള ഒരു ഊർജം നമുക്ക് ദൈവത്തിൻ്റെ ആത്മാവിൽ കൂടെ നമുക്ക് ലഭിക്കും. ഇനിയും എത്രയും കാലം, അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. അപ്പോൾ സഹിഷ്ണുതയോടെ വളരെ സൗമ്യതയോടെ ദൈവത്തിൻ്റെ സന്നിധി നാം കാത്തിരിക്കുന്നു എങ്കിൽ, അവനായി പ്രത്യാശിക്കുന്നുവെങ്കിൽ അവൻ്റെ വരവെങ്കിൽ നമുക്ക് എടുക്കപ്പെടുവാനായിട്ട് കഴിയും. അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിന് അവനിൽ പ്രസാദമില്ല. അപ്പോൾ നമ്മളുടെ ഈ ലോകത്തിൻ്റെ ആ അവസാന ഘട്ടത്തിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പ്രസാദമില്ലാത്തവരായിട്ടല്ല, പ്രസാദമുള്ളവരായിട്ട്, മനുഷ്യൻ്റെ പ്രസാദത്തെക്കാൾ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ പ്രസാദം ലഭിച്ച ദൈവമക്കളായിട്ട്, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ സ്വഭാവത്തെ വഹിച്ചവരായി അവൻ്റെ പ്രത്യാശയ്ക്കായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. ഈ ദിവസങ്ങളിൽ, ഈ നിമിഷങ്ങളിൽ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. വരുന്ന ആഴ്ച ഏറ്റവും അനുഗ്രഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ ഒരാഴ്ചയായി തീരട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം ഇങ്ങനെ ചെയ്യുന്നതിനായി ദൈവത്തിന് നന്ദി പറയുന്നു. ദൈവനാമത്തിൽ ഞാൻ ഇരുന്നു.